18 വയസ്സിന്റെ മുകളിൽ നിന്നുള്ള ആളുകളിൽ നിന്ന് കേട്ടിരുന്ന വാർത്തകൾ ഒക്കെ പ്രായം ചുരുങ്ങിയിട്ട് എല്ലാ കേസുകളും 18 വയസ്സിന് താഴെ 10 വയസ്സ് 9 വയസ്സ് 8 വയസ്സിലേക്ക് ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഈ ഞാൻ 18 വയസ്സെന്ന് പറയാൻ കാരണം? അതിനൊരു കാരണമുണ്ട്. ഈ ഇരിക്കുന്ന ആളുകൾക്ക് അത് ബോധ്യമാകുന്ന ഒരു കാരണമാണ്. നിങ്ങൾ വോട്ട് ചെയ്ത ആളുകൾ ഒന്ന് കൈപൊക്കിയാട്ടെ. കഴുതാധികം എത്ര വയസ്സിലാണ് നിങ്ങൾക്ക് പെർമിറ്റ് കിട്ടിയത് വോട്ട് ചെയ്യാൻ? 18 വയസ്സ്. ലൈസൻസ് എടുക്കാൻ ഒരാൾക്ക് കിട്ടുന്ന സമയം പ്രായം 18 വയസ്സാണ്. കാരണം ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ തീരുമാനമെടുക്കാനുള്ള ബ്രെയിനിന്റെ ഫ്രണ്ടൽ ലോബ് വർക്ക് ചെയ്യുന്ന പൂർണ്ണമാകുന്ന സമയമാണ് 18 വയസ്സ്. ഗൾഫ് പോകാൻ പാസ്പോർട്ടിന് 18 വയസ്സിന്റെ ആവശ്യമില്ല. കാരണം അത് തീരുമാനം എടുക്കുന്ന കാര്യമില്ല. അത് കുഞ്ഞിനും കിട്ടും, ജനിച്ചാ മതി. ഈ 18 വയസ്സിന്റെ മുമ്പുള്ള പ്രായത്തിന് പറയുന്ന പേരാണ് ചൈൽഡ്. ഉമ്മമാരെ കുട്ടി എന്ന വകുപ്പിലാ ഉള്ളത്. ചൈൽഡ്. ആ കുട്ടികൾ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് ശിക്ഷ, അവർ ചെയ്യുന്ന അവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ വ്യത്യാസമാണ്. 18 വയസ്സിന്റെ മുകളിൽ നിന്ന് വ്യത്യാസമാണ്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ഇത്തരം വാർത്തകൾ എന്റെയും നിങ്ങളുടെയും വീട്ടിൽ, എന്റെയും നിങ്ങളുടെയും മുമ്പിൽ വരാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള സാഹചര്യമുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഇത്തരം വാർത്തകൾ എന്റെയും നിങ്ങളുടെ വീട്ടിൽ, എന്റെയും നിങ്ങളുടെ മുമ്പിൽ ഇത് വരാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള സാഹചര്യം ഉണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. നോക്കൂ, 2ാം ക്ലാസ്സുകാരനെ മുതിർന്ന വിദ്യാർത്ഥി കഴുത്തുറത്ത് കൊന്നത് പരീക്ഷ മാറ്റിവെക്കാൻ. വിദ്യാർത്ഥിയെ കഴുത്തുറത്ത് കൊലപ്പെടുത്തിയ സഹപാഠി എന്നാണ് നോക്കിയ തിങ്കളാഴ്ച രാവിലെ 10ാം ക്ലാസ്സുകാർക്കുള്ള ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുക്കാനെത്തിയ ലിജിനെയും വിളിച്ച് മൂത്രപ്പുരയിലേക്ക് പോയ സഹപാഠി അവിടെ വെച്ചാണ് കൃത്യം നടത്തിയത്. വായ പൊത്തിപ്പിടിച്ച ശേഷം കത്തി ഉപയോഗിച്ച് കഴുത്തിന് കുത്തിയ ശേഷം കയ്യിലുണ്ടായിരുന്ന ഗ്ലാസിന്റെ കഷ്ണം ഉപയോഗിച്ച് തല അറുത്തു മാറ്റുവാൻ ശ്രമിക്കുകയായിരുന്നു. 2012 റിപ്പോർട്ടാണ്. അന്ന് മുതൽ ഞാൻ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ പ്രായം ചുരുങ്ങും, കേസുകൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന്. ഇന്ന് ഇതൊരു ചെറിയ സംഭവമാണ്. കാഴ്ചയിൽ ചെറിയ സംഭവം, കേൾവിയിൽ ചെറിയ സംഭവം. ഇതൊന്നും വലിയൊരു സംഭവമായിട്ട് ആർക്കും ഫീൽ ചെയ്യുന്നില്ല. ഇവിടെ നമുക്ക് ബോധം വരേണ്ടത് നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നന്നാവാൻ എന്ത് ചെയ്യണം എന്നതാണ്. അതിന് തൽക്കാലം ഈ ഒരു വാർത്ത നിങ്ങൾ അവിടെ വെക്കുക. ഇതിലേക്ക് ഞാൻ ലാസ്റ്റ് ഇതിലേക്ക് കണക്ട് ചെയ്യുന്നതാണ്. തൽക്കാലം അത് മാറ്റിവെച്ചിട്ട് നമുക്ക് പഴയകാല ഒരു വീടിന്റെ അന്തരീക്ഷത്തിലേക്ക് പോകാം. പഴയകാലത്ത് ഒരു 10-20 വർഷം മുമ്പത്തെ വീടിന്റെ ചുറ്റുപാടൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. പഴയ കാലങ്ങളിൽ വീടിന്റെ അകത്തളത്തിൽ മഗ്രിബ് ഇശാഇന്റെ ഇടയിൽ ഇത്തരം സമയങ്ങളിൽ എന്തായിരുന്നു അന്നത്തെ പിക്ചർ എന്ന് ചോദിച്ചാൽ ഉമ്മ ഒരു ഭാഗത്തുണ്ടാവും, ഉപ്പ ഒരു ഭാഗത്തുണ്ടാവും, വല്യമ്മയുണ്ടാവും, വല്യപ്പയുണ്ടാവും, മക്കളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. എന്നിട്ട് ഉമ്മ ഖുർആൻ ഓതുന്നു, ഉപ്പ സ്വലാത്ത് ചൊല്ലുന്നു, വല്യമ്മ മാല പാടുന്നു, വല്യപ്പയാണെങ്കിലോ മറ്റ് ദിക്റുകൾ ചെല്ലുന്നു, കുട്ടികൾ ഹദ്ദാൽ ചെല്ലുന്നു. നല്ലൊരു സ്പിരിച്വൽ ഒരു എൻവയോൺമെന്റ് ചുറ്റുപാട് ആ വീട്ടിലുണ്ടായിരുന്നു. ഈ ഒരു ചുറ്റുപാട് കണ്ടും കേട്ടും അനുഭവിച്ചുമാണ് അന്നത്തെ തലമുറ വളർന്നിരുന്നത്. അതിന്റെ പേരാണ് ക്വാളിറ്റി ടൈം, ഗുണപരമായ സമയം എന്ന് പറയുന്നത്. വീടുകളിൽ ക്വാളിറ്റി ടൈം ഉണ്ടാവണം. ഫാമിലി ലൈഫിൽ ഗുണപരമായ സമയം എന്ന് പറഞ്ഞാൽ, ഞാനൊരു ക്ലാസ്സിൽ ചോദിച്ചു, ഫാമിലി ക്ലാസ്സിൽ ഗുണപരമായ സമയം വീട്ടിൽ ഉണ്ടാവാറുണ്ടോ എന്ന്. അപ്പൊ ഒരു സ്ത്രീ പറഞ്ഞു, ഉണ്ടാവാറുണ്ട് സാർ. എപ്പോഴാ? ഭർത്താവ് ജോലിക്ക് പോകും, മക്കൾ സ്കൂളിന് പോകും, പിന്നെ വളരെ സന്തോഷം സീരിയലും കണ്ടിരിക്കുക. അതാണ് ഗുണപരമായ സമയം. അതല്ല ഗുണപരമായ സമയം. ഭാര്യയും ഭർത്താവും മക്കളൊക്കെ ഒരുമിച്ചിരിക്കുന്നു ഈ സന്ധ്യാസമയത്ത് മഗ്രിബ് ഇശാഇന്റെ ഇടയിൽ. ആ ഇരുത്തത്തിൽ, അതാണ് ക്വാളിറ്റി ടൈം എന്ന് കരുതാൻ നിൽക്കണ്ട. ആ ഇരുത്തം എങ്ങനത്തെ ഇരുത്തമാവണം? എല്ലാരും മൂകതയിലല്ല ഇരിക്കുന്നത്, ഇരിക്കുന്നതിന് അകലമുണ്ട്. എത്ര അകലത്തിലാണ് ഇരിക്കേണ്ടതെന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. സ്ത്രീകൾ ഇവിടെ ഉണ്ടോ? എത്ര അകലത്തിലാണ് ഇരിക്കല്? ഒരു വ്യക്തിയുമായി ഇരിക്കുന്നതിന് അകലമുണ്ട്. ഇന്റിമേറ്റ് സോൺ, പേഴ്സണൽ സോൺ, സോഷ്യൽ സോൺ. ഇരിക്കുന്നതിന് അകലമുണ്ട്.
ഒരു പോലീസുകാരനോട് സംസാരിക്കുന്ന അകലമല്ല ഒരു മാനേജറോട് സ്വീകരിക്കുന്ന അകലം. ആ മാനേജറോട് സ്വീകരിക്കുന്ന അകലമല്ല പിതാവിനോട് സ്വീകരിക്കുന്ന അകലം. പിതാവിനോട് സ്വീകരിക്കുന്ന അകലമല്ല ഒരു മകനോട് സ്വീകരിക്കുന്ന അകലം. മകനോട് സ്വീകരിക്കുന്ന അകലമല്ല ഉമ്മയോട് സ്വീകരിക്കുന്ന അകലം. എല്ലാ സ്ഥലത്തും വ്യത്യസ്തമായിട്ടുള്ള അകലമുണ്ട്. വീടിന്റെ അകത്തളത്തിൽ സ്വീകരിക്കേണ്ട അകലം. ഒരു ക്ലാസ്സിൽ ചോദിച്ചപ്പോ ഒരു സ്ത്രീ പറഞ്ഞു ഒരു കൈ അകലത്തിലിരിക്കണം, കാരണം അയാൾ വീശൽ വരുമ്പോ കൊള്ളാതിരിക്കാൻ. അയാൾ അമ്മാതിരി വീശല. ഇരിക്കേണ്ടത് 1-2 അടി അകലത്തിലാണ്. ആ അകലത്തിൽ ഇരിക്കുന്ന സമയത്ത് എന്ത് സംസാരിക്കണം, എന്താണ് സംസാരിക്കേണ്ടത് എന്ന ക്വസ്റ്റ്യൻ. അതിനുള്ള മറുപടി ഹൃദയം കൊണ്ട് സംസാരിക്കണം, തലച്ചോറ് കൊണ്ട് സംസാരിക്കാൻ പാടില്ല. മനസ്സിലായില്ല? ഹൃദയം കൊണ്ട് സംസാരിക്കണം, തലച്ചോറ് കൊണ്ട് സംസാരിക്കണം. അപ്പൊ ഇത്രയും കാലം എന്തുകൊണ്ടാ സംസാരിച്ചത്? ഹൃദയം കൊണ്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ തലച്ചോറ് കൊണ്ട് സംസാരിക്കൽ എങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ, ഉദാഹരണത്തിന് ഭർത്താവ് ജോലി കഴിഞ്ഞ് വരികയാണ്, നേരെ വീട്ടിലേക്ക് വരുന്നു. വന്നിട്ട് ഭാര്യയോട് പറയുന്നു ചായ. ഉടനെ അവള് പറഞ്ഞു ഗ്യാസ് തീർന്നുപോയി. അപ്പൊ ആ പെണ്ണ് സംസാരിച്ചത് തലച്ചോറ് കൊണ്ടാണ് ഫസ്റ്റ് തന്നെ. നേരെ ഈ ഭർത്താവ് വന്നിട്ട് ഭാര്യയോട് പറയാണ്, ഞാൻ നമ്മുടെ ഉറൂസിന്റെ പോസ്റ്റർക്ക് ഇങ്ങനെ ഒട്ടിച്ചപ്പോ 1-2 ആൾക്കാർ എന്നെ കുറിച്ച് പറഞ്ഞത് ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല, ഇവൻ പാരയാണ്, ഭയങ്കര പാരന്റെ ആളാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഭാര്യ പറഞ്ഞേ, എന്നെ കുറിച്ച് നിങ്ങളെ കുറിച്ച് അങ്ങനെ പറഞ്ഞോ? പാരയാണെന്ന് തന്നെ. നിങ്ങൾ പാരയല്ല, നിങ്ങൾ കമ്പിപ്പാരയാ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അതാണ് തലച്ചോറുകൊണ്ട് സംസാരം. ഇനി സ്ത്രീകൾക്കും എക്സാമ്പിൾ പറയാം. കുട്ടിക്ക് വേണ്ടി വെള്ളം ചൂടാക്കിയപ്പോൾ ആ ചൂടുള്ള വെള്ളം പെട്ടെന്ന് കാലിൽ ഉറ്റി വീണ് ഒഴുകിയപ്പോൾ നീറ്റൽ സംഭവിച്ചു. ആ സമയത്താണ് ഇയാൾ കയറി വരുന്നത്. ഉടനെ പറഞ്ഞു, എന്റെ കാലിൽ ചുടുവെള്ളമായിട്ടുണ്ട്, നീറ്റൽ വരുന്നുണ്ട്. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, നീറ്റട്ടെ, അങ്ങനെ നീറ്റട്ടെ, നീറ്റുകക്ക പോലെ നീറ്റട്ടെ, മുമ്പ് എന്നെ നാട്ടിച്ചില്ലേ, അതിന് പകരം നീറ്റട്ടെ. ഈ ഒരു സംസാര തലച്ചോറ് കൊണ്ടുള്ള സംസാരമാണ്. ക്വാളിറ്റി ടൈമിൽ ഫാമിലിയിൽ ഇരിക്കുമ്പോൾ ഹൃദയം തുറന്ന് സംസാരിക്കണം. അതറിയണമെങ്കിൽ നമുക്ക് മക്കയിലേക്ക് പോകാം. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40ാമത്തെ വയസ്സിൽ ഇറാഖുവയിൽ ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ അല്ലാഹുമായി അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുന്ന് കിട്ടിയ ഒരു മെസ്സേജ് എന്താണ്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്തപ്പോൾ പേടിച്ച് വിറച്ചുകൊണ്ട് നേരെ ഖദീജ ബീവിയുടെ അടുക്കലേക്ക് ചെന്നപ്പോ ഖദീജ ബീവിയോട് പറയുകയാണ്, ഞാൻ പുതിയൊരു സംഭവത്തിന് സാക്ഷിയായിട്ടുണ്ട്, ആകെ പേടിക്കുന്നുണ്ട്. ജമ്മിലൂനി ഖദീജ, പുതപ്പിട്ട് മൂടണം ഖദീജ എന്ന് പറഞ്ഞപ്പോൾ ഖദീജ പറഞ്ഞ വാക്കെന്താണ്? ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞിട്ടുണ്ട്, മലന്റെ മുകളിൽ പോകണ്ട, വേണ്ടാത്ത പണിക്ക് നിന്നിട്ടല്ലേ എന്നല്ല പറഞ്ഞത്. കല്ലാ വല്ലാഹി മാ യുഖ്സികല്ലാഹു അബദാ ഇന്നക ലതസ്ലുർ റഹിമ വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂമ വതഖറിൽ ലൈഫ വതുഈനു അലാ നവാഇബിൽ ഇക. ഡോണ്ട് ടെൻഷൻ ആൻഡ് ഡോണ്ട് വറി. നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. കാരണം ഇന്നക ലതസ്ലുർ റഹിമ, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്. പ്രയാസത്തെ ഏറ്റെടുക്കുന്ന ആളാണ്. ഇല്ലാത്ത ആളുകൾക്ക് സ്വാന്തന പ്രവർത്തനം നടത്തുന്ന ആളാണ്. അതിഥിയെ, ഗസ്റ്റിനെ ആദരിക്കുന്ന ആളാണ്. ദീനിന്റെ മേൽ പ്രയാസപ്പെടുന്നവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നവരാണ്. അതുകൊണ്ട് അല്ലാഹ് നിങ്ങളെ കൈയൊഴിയുന്ന കേസില്ല. 5 നല്ല പ്രവർത്തനങ്ങൾ നിങ്ങൾ MLA ആകുന്നതിന് മുമ്പ്, MP ആകുന്നതിന് മുമ്പ്, മന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ, അല്ലെങ്കിൽ MLA ആയതിനു ശേഷമല്ല നിങ്ങൾ ഇവിടെ ദഅവത്ത് പ്രവർത്തനം നടത്തുന്നത്. MP ആയതിനു ശേഷമല്ല നിങ്ങൾ കിണർ കുഴിച്ചു കൊടുത്തത്, അതിന്റെ മുമ്പ് തന്നെ നിങ്ങൾ നല്ല പ്രവർത്തനം ചെയ്തതാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും കൈവിടില്ല എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് അല്ലാഹു തആല
കഴിവ് തരും, നിങ്ങൾക്ക് സഹായം തരും. നിങ്ങൾ നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാർമ്മികത്വം പ്രവർത്തനം ഇതാണ്. അതുകൊണ്ട് ഡോണ്ട് ടെൻഷൻ ആൻഡ് ഡോണ്ട് വറി. അവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ്സ്, അവിടെ സംസാരിച്ചത് ഹൃദയം കൊണ്ടാണ്. കാരണം വിഷമിച്ചിരിക്കുന്ന മനസ്സിന്റെ അകത്തളത്തിലേക്ക് അവരുടെ അഡൽട്ട് ഈഗോ സ്റ്റേറ്റിലേക്ക് കൊടുക്കുന്ന വാക്ക് ക്രോസ്ഡ് അല്ല എന്നാണ്, നേരെ കൊടുക്കുകയാണ്, സ്വാന്തനത്തിൻ്റെതാണ്. ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്. പഴയ കാലങ്ങളിൽ എല്ലാവരും ഒരുമിച്ചിരിക്കാൻ അവസരമുണ്ടായിരുന്നു. ആ ഇരുത്തത്തിൽ സംസാരിക്കണമെന്നാണ്. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഇന്ന് കൂടിക്കൊണ്ടിരിക്കുന്നു ചോദിച്ചാൽ വീടിന്റെ അകത്തളത്തിൽ ഓപ്പണായി സംസാരിക്കാൻ അവസരം കിട്ടുന്നില്ല എന്നാണ്. ഒന്ന് ആലോചിച്ചാൽ മതി. ഇവിടെ അല്ലട്ടാ, ഇതൊന്നും ഇവിടത്തെ കേസല്ല, പുറത്ത് ഒരുമിച്ചിരുന്ന് ഓപ്പണായി സംസാരിക്കാൻ അവസരം ഇന്നലെ കിട്ടിയോ? മെനിയാന്ന് കിട്ടിയോ? അതിന്റെ മുമ്പ് കിട്ടിയോ? ഇല്ല, ടൈം ഇല്ല. ഓപ്പണായി സംസാരിക്കാൻ കുട്ടികൾക്ക് പറയാനുണ്ടാവും പല കാര്യങ്ങളും. സ്കൂൾ വിട്ട് വന്ന കുട്ടിയാണെങ്കിൽ ഓടി വന്നിട്ട് ഉമ്മയോട് പറയും, ഉമ്മ എന്താ ഇങ്ങോട്ട് വരി, എന്താ ഉമ്മ ഇങ്ങോട്ട് വരി, എന്താ. ഈ മകളെ LKG പഠിക്കുന്ന കുട്ടിയാ. അപ്പൊ അവള് സ്കൂൾ വിട്ട് വന്നപ്പോ അവളുടെ ഉള്ളിൽ എന്തോ ഉണ്ട്. കാരണം ചെറിയ കുട്ടിയല്ലേ, അവൾ കാണുന്നതൊക്കെ മുഴുവൻ അത്ഭുതമാണ്. കുഞ്ഞുങ്ങൾക്ക് എന്തോ അത്ഭുതമായിരിക്കും. നിങ്ങൾ ഒരു പേപ്പർ എടുത്ത് ഒന്ന് കീറി നോക്കിയാട്ടെ, കുട്ടികൾ ചിരിക്കുന്നതാണ്. കുട്ടികൾക്ക് അത് അത്ഭുതമാണ്. ചൈൽഡ് സൈക്കോളജിയുടെ ലെവലിലൂടെ സംസാരിക്കുമ്പോ അത്തരം ഒരുപാട് വിഷയം പറയാനുണ്ടാവും. അപ്പോ ഈ ഉമ്മയോട് വിളിച്ചു, ഉമ്മ അങ്ങോട്ട് വരി, എന്താ എന്റെ ക്ലാസ്സിലെ എന്റെ ക്ലാസ്സിൽ പറ ഒരു പൂമ്പാറ്റ വന്നു. അതിനാണ് പഞ്ഞി വിളിച്ച് ഒരു പൂമ്പാറ്റന്റെ കഥ പറയാ. നാളെ പിറ്റേ ദിവസം കുട്ടി വന്നിട്ട് ഉമ്മ ഇങ്ങോട്ട് വരിലൂടെ ഒരുപാട് പ്രതിസന്ധികൾ കടന്നുപോയിട്ടുണ്ട്, ഒരുപാട് അനുഭവങ്ങൾ വന്നു പോയിട്ടുണ്ട്. ഒരിക്കലും മാതാവിനോട് ഷെയർ ചെയ്യില്ല. പിന്നെയോ അതൊരു ബെസ്റ്റിയോടോ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ ഒരു കൗൺസിലറുടെ മുമ്പിലോ ആ കുട്ടി അവതരിപ്പിക്കും. അപ്പോഴാണ് ഉമ്മയും ഉപ്പയും നെട്ടുക. എന്തേ കാരണം? കേൾക്കാൻ പടച്ച തമ്പുരാൻ രണ്ട് ചെവി നൽകിയിട്ടുണ്ടെങ്കിൽ, സംസാരിക്കാൻ ഒരു നാവ നൽകിയെങ്കിൽ കൂടുതൽ നിങ്ങൾ കേൾക്കൂ. ആ കേൾക്കാൻ അവസരം ഉണ്ടാക്കുക എന്നതാണ്. അതിനാണ് ഈ ഇരുത്തം ഇരിക്കുന്നത്. എന്തുകൊണ്ട് കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല? അനുഭവം കാണുന്നില്ല, കേൾക്കാൻ മാതാവിനെ കിട്ടുന്നില്ല.